السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله وما توفيقي إلا بالله അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സ്നേഹനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അവൻ നമുക്ക് നൽകട്ടെ. ഈ വിശുദ്ധമായ മാസത്തിലെ ഈ അനുഗ്രഹീതമായ സമയങ്ങളെ, മുഹൂർത്തങ്ങളെ, സന്ദർഭങ്ങളെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാം മാറ്റിവെക്കുന്നത് അല്ലാഹു തആല ഒരു വലിയ അമലായി നമ്മിൽ നിന്നും പൊരുത്തപ്പെട്ട് കബൂൽ ചെയ്യട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ റബീഉ സന്ദേശത്തിൻ്റെ ടോക്കിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലാണ് നാം നിലകൊള്ളുന്നത്. പുതിയ കാലത്ത് ബിസിനസ്സുകളും ബിസിനസ് തന്ത്രങ്ങളും അധികരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈനംദിനം നമ്മുടെ മാർക്കറ്റുകളിൽ പുതിയ പ്രൊഡക്റ്റുകൾ ഇറങ്ങുകയും അത് സെയിൽ ചെയ്യപ്പെടാൻ വേണ്ടി പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സന്ദർഭത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ കച്ചവട അധ്യാപനങ്ങളെ, ബിസിനസ് തന്ത്രങ്ങളെ നാം പഠിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല കച്ചവടക്കാരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ലൊരു ബിസിനസ്മാൻ ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പ പിതൃവ്യൻ അബൂ ത്വാലിബ് എന്നവർ ഒരു നല്ല കച്ചവടക്കാരനായിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യം പരിശോധിക്കുമ്പോൾ കച്ചവടത്തിൽ ഒരു വലിയ പാരമ്പര്യം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ട് എന്നതാണ് വസ്തുത. പാരമ്പര്യമായി നമുക്ക് കൈമാറി കിട്ടുന്ന കാര്യങ്ങളെ നാം ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ അതിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകനിക്ക് ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനായി തീരാൻ സാധിക്കും. ഒരു നല്ല പണ്ഡിതൻ്റെ മകനിക്ക് ഏറ്റവും നല്ല പണ്ഡിതനായി തീരാൻ സാധിക്കും. ഒരു നല്ല കച്ചവടക്കാരൻ്റെ മകനിക്ക് ഏറ്റവും നല്ല കച്ചവടക്കാരനായി തീരാൻ സാധിക്കും. കാരണം പാരമ്പര്യം എന്താണോ അത് നമ്മൾ പിന്തുടർന്നാൽ, ആ ഒരു മേഖലയെ നമ്മൾ സെലക്ട് ചെയ്താൽ അതിൽ നമുക്ക് വലിയ ഉയർച്ചകൾ കരസ്ഥമാക്കിയെടുക്കാനും അതിൽ വലിയ ലാഭം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും എന്നതാണ് വസ്തുത. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നല്ല മാതൃകായോഗ്യനായ, മാതൃകാ പുരുഷനായ കച്ചവടക്കാരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവട യാത്ര 25-ാമത്തെ വയസ്സിൽ സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ കച്ചവട ചരക്കുമായിട്ടുള്ള മുതലുമായിട്ടുള്ള യാത്രയാണ്. അതിൻ്റെ മുമ്പ് അബൂ താലിബ് എന്നവരോടൊപ്പം ഒരു കച്ചവട യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ, വളരെ ഇമ്പോർട്ടൻ്റായ, മേജറായ കച്ചവട യാത്ര ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചിരക്കുമായി, സമ്പത്തുമായി, മുതലുമായി ഷാമിലേക്കുള്ള ഒരു കച്ചവട യാത്രയാണ്. ഖദീജ റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധുവായ, കുടുംബക്കാരനായ, മക്കയിലെ ഏറ്റവും അറിയപ്പെട്ട വേദപണ്ഡിതനായ വറഖത്ത് ബിൻ നൗഫൽ എന്നവർ ഖദീജ ബീവിയോട് മക്കയിൽ ഇനിയൊരു പ്രവാചകൻ വരാനുണ്ടെന്നും ആ പ്രവാചകന് ഇന്നാലിന്ന അടയാളങ്ങളുണ്ടെന്നും പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഖദീജ റളിയല്ലാഹു അൻഹു മക്കയിൽ ആരുടെ മകനാണ് അങ്ങനെ ഒരു പ്രവാചകനാകാൻ അർഹതയുള്ളവൻ, യോഗ്യതയുള്ളവൻ എന്ന് അന്വേഷിക്കുകയുണ്ടായി. അങ്ങനെയാണ് അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അൽ അമീൻ എന്നെല്ലാവരും വിളിക്കുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിന് യോഗ്യതയുണ്ട്, അർഹതയുണ്ട്, ചില സ്വഭാവ സവിശേഷതകളുണ്ട് എന്ന് ഖദീജ ബീവി മനസ്സിലാക്കുന്നത്. അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ ഒരു വലിയ ചരക്കുമായി, സമ്പത്തുമായി, കച്ചവട മുതലുമായി ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൻ്റെ കച്ചവടത്തിൻ്റെ ചരക്കുമായിട്ട് ഷാമിലേക്ക് യാത്രയാക്കുന്നത്.
കൂടെ മൈസറത്ത് എന്ന തൻ്റെ ഒരു അടിമയെ യാത്രയിലെ അത്ഭുതങ്ങളും മറ്റുമൊക്കെ നോക്കാനും വിലയിരുത്താനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പറഞ്ഞയക്കുകയാണ്. ആ യാത്രയിലാണല്ലോ മൈസറത്ത് എന്ന അടിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം മുഅ്ജിസാത്തുകളെ, അത്ഭുതങ്ങളെ, അമാനുഷികപരമായ കാര്യങ്ങളെ, സംഭവ വികാസങ്ങളെ കാണുന്നതും അടുത്തറിയുന്നതും അത് ഖദീജ ബീവിയുടെ അടുത്ത് വന്ന് പറഞ്ഞു കൊടുക്കുന്നതുമൊക്കെ. ചരിത്രം വിശാലമാണ്. എന്നിരുന്നാലും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിക്കുന്നത്, തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഈ ഒരു കച്ചവട യാത്രയിലാണ്. എല്ലാവരും താൻ വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടാണ് കച്ചവടം ചെയ്യാറുള്ളത്. എന്നാൽ അന്നത്തെ യാത്രയിൽ എന്ന് മാത്രമല്ല, എപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവടം നടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു മുതലിന് വിൽപ്പന നടത്തിയിട്ടുണ്ടോ, അപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രമായിരുന്നു സംസാരിച്ചിരുന്നത്. ഈ ഒരു വസ്തുവിന്, ഞാൻ വിൽക്കുന്ന എൻ്റെ കയ്യിലുള്ള ഈ പ്രൊഡക്റ്റിന് ഇന്നാലിന്ന പ്രശ്നങ്ങളുണ്ട്, ന്യൂനതകളുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവടം ചെയ്തിരുന്നത്. എന്നിട്ട് പോലും ഖദീജ ബീവിയുടെ ആ കച്ചവട മുതൽ, ചരക്കുകൾ പൂർണ്ണമായി വിൽക്കപ്പെടുകയും അതിൽ വലിയ ലാഭം കിട്ടുകയും ആ കിട്ടിയ ലാഭത്തിന് അവിടെ നിന്ന് പുതിയ വസ്തുക്കൾ വാങ്ങി അത് തിരിച്ച് മക്കയിലേക്ക് എത്തുമ്പോഴേക്ക് അതും വിൽപ്പന നടത്തി അതിൽ ഇരട്ടി ലാഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും നല്ല മാതൃകായോഗ്യമായ ബിസിനസ് ട്രിക്ക് എന്നുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തും അതുപോലെ തന്നെയായിരുന്നു. സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു നല്ല കച്ചവടക്കാരനായിരുന്നു. ബഹുമാനപ്പെട്ടവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുണിത്തരങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയിരുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി ഓരോ സ്വഹാബത്തിനെയും എടുത്ത് പരിശോധിക്കുമ്പോൾ അവരൊക്കെ നല്ല ഒരു കച്ചവടക്കാരായിരുന്നു. നാം സമ്പാദിക്കുന്ന നമ്മുടെ സമ്പാദ്യ മുതലുകളിൽ, നമ്മുടെ വരുമാനങ്ങളിൽ ഏറ്റവും ഹലാലും തൊയ്യബുമായത് നമ്മുടെ കൈകൊണ്ട് അധ്വാനിച്ച് അത് ചെലവഴിക്കലാണ്. അതുകൊണ്ട് കിട്ടുന്ന ലാഭത്തിന് ഭക്ഷണം കഴിക്കലാണ് ഏറ്റവും നല്ല ഹലാലും തൊയ്യബുമായ ഭക്ഷണം എന്നാണല്ലോ പ്രവാചക അധ്യാപനം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സ്വഹാബത്തൊക്കെയും ഈ മാതൃകയായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ തങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട കച്ചവടക്കാരനായിരുന്നു. മക്കയിൽ നിന്ന് ഒന്നുമില്ലാതെ, ഒരു കയ്യിലൊന്നുമില്ലാതെ ശൂന്യനായിട്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ മദീനയിലേക്ക് എത്തുന്നത്. മദീനയിലേക്ക് എത്തിയ ഉടനെ തങ്ങൾ ആദ്യം ചെയ്തത് മദീനക്കാരനായ ഒരു സ്വഹാബിയെയും മക്കക്കാരനായ സ്വഹാബിക്കുമിടയിൽ സാഹോദര്യ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മദീനക്കാരനായ സ്വഹാബിയുടെ വീട്ടിലേക്ക് മക്കക്കാരനായ തൻ്റെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കൂടെ വന്ന ആ സ്വഹാബി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾക്ക് ലഭിച്ചത് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ വീട്ടിലേക്ക് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നവരെ കൊണ്ടുപോവുകയും സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുകയും എന്നിട്ട് പറഞ്ഞു, നാളെ എനിക്ക് 2 വിശാലമായ നല്ല തോട്ടങ്ങളുണ്ട്. ആ 2 തോട്ടവും നടന്ന് കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറഞ്ഞു, എനിക്കത് ആവശ്യമില്ല. എനിക്ക് വേണ്ടത് ഏറ്റവും നല്ല ആളുകൾ വരുന്ന, നല്ല തിരക്കുള്ള, കച്ചവടം ചെയ്യാൻ പറ്റിയ ഒരു നല്ല മാർക്കറ്റ്, ഒരു സൂക്ക്, ഒരു അങ്ങാടി എനിക്ക് കാണിച്ചു തരണം. അത് മാത്രം നിങ്ങൾ ചെയ്തു തന്നാൽ മതി. അങ്ങനെ ബഹുമാനപ്പെട്ട സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ഏറ്റവും ആളുകൾ കൂടുന്ന നല്ല തിരക്കുള്ള ഒരു അങ്ങാടി കാണിച്ചു കൊടുക്കുകയും അവിടെ തൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു വസ്തു, ഒരു ചെറിയ വസ്തു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ വിൽപ്പന നടത്തുകയും അതിൽ ലാഭം ലഭിച്ചു. അതുകൊണ്ട് മറ്റൊരു വസ്തു വാങ്ങി അത് വിൽപ്പന നടത്തി. അങ്ങനെ ഏറ്റവും അറിയപ്പെട്ട മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനായി, കച്ചവടക്കാരനായി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ മാറുകയുണ്ടായി. ഈ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ അവിടുത്തെ ഭാര്യമാരുടെ എല്ലാവരുടെയും ചെലവുകൾ വഹിച്ചിരുന്നത്, അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ ഒരു ലെവലിലേക്ക് ബഹുമാനപ്പെട്ടവർ ഉയർന്നു. എന്തേ കാരണം?
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തനിക്ക് പകർന്നു കിട്ടിയ ആ കച്ചവട സ്വഭാവ ഗുണങ്ങൾ, അധ്യാപനങ്ങൾ, തന്ത്രങ്ങളായിരുന്നു. അതുകൊണ്ട് പുതിയ കാലത്ത് നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ, നാം ഉണ്ടാക്കിയ പ്രൊഡക്റ്റിനെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ സത്യസന്ധതയും ആത്മാർത്ഥതയും നാം പാലിക്കേണ്ടതുണ്ട്. ഒരു വേള ഒരു കച്ചവടക്കാരനോട് മുത്തനബി തങ്ങൾ പറഞ്ഞല്ലോ, മൻ ഗശ്ശ ഫലൈസ മിന്നി, കച്ചവടത്തിൽ വിൽപ്പനയിൽ ആരെങ്കിലും വഞ്ചിച്ചാൽ, ആളുകളെ കസ്റ്റമേഴ്സിനെ വഞ്ചിച്ചാൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് സത്യസന്ധനായ ആത്മാർത്ഥതയുള്ള ഒരു നല്ല കച്ചവടക്കാരനായി നമുക്ക് മാറാം. അല്ലാഹു തആല നമ്മുടെ വരുമാനങ്ങളിൽ, കച്ചവട മാർഗങ്ങളിൽ, ജീവിതോപാധികളിൽ, സൗകര്യങ്ങളിൽ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ അധ്യാപനങ്ങളെ സ്വീകരിച്ച് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ തവസ്സുലാക്കി കച്ചവടത്തിനിറങ്ങിയാൽ അതിൽ നമുക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.